കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിയാതെ പോയ ഒരു കാര്യമാണത്. നമ്മൾ വിചാരിക്കും മുസ്ലിം ലീഗ് വളരെ മാന്യമായിട്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. പ്രത്യക്ഷത്തിൽ അവർ പറയുന്നതെല്ലാം വളരെ മതേതരമായിരിക്കും. എന്നാൽ മുസ്ലിം കുടുംബ ഗ്രൂപ്പുകളിലും പള്ളി കമ്മിറ്റി മഹല്ല് ഗ്രൂപ്പുകളിലും മദ്രസ കമ്മിറ്റികളുടെ ഗ്രൂപ്പുകളിലും അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കടുത്ത വർഗീയത, അത് മുസ്ലിം ജനവിഭാഗത്തെ ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ നടത്തുന്നതാണ്. നമ്മളുടെ ആളുകൾ മഹല്ല് കമ്മിറ്റിയിലൊന്നും വളരെ സജീവമല്ല, മദ്രസ കമ്മിറ്റിയിൽ സജീവമല്ല. ആകെ 1-2 ആളുകൾ ഉണ്ടാവും. അവരൊക്കെ ഈ പ്രചരണം ഇതിങ്ങനെ ശക്തമായിട്ട് വരുമ്പോൾ ഞാനായിട്ട് ഇനി ഒന്നും പറഞ്ഞ് കുഴപ്പമുണ്ടാക്കേണ്ട എന്ന് കരുതി അവര് അർത്ഥഗർഭമായ മൗനം അവലംബിക്കും. മഹല്ല് കമ്മിറ്റിയിൽ നമ്മൾ വല്ലതും ഇടാറുണ്ടോ? മദ്രസ കമ്മിറ്റിയിൽ ഇടാറുണ്ടോ? എന്നാ അവരതൊക്കെ ചെയ്യും. തെരഞ്ഞെടുപ്പിന്റെ 2 ദിവസം മുമ്പാകുമ്പോത്തിന് ആകെ നോക്കിയാല് പച്ചക്കൊടി, ഇസ്ലാമും PM ശ്രീ, അത് ഇത് എന്ന് പറഞ്ഞ് എല്ലാം അതിൽ കൊണ്ടുവന്നിടുകയായിരിക്കും. RSSും അതാണ് ചെയ്യുന്നത്. അവിടെയും നമ്മളുടെ സാന്നിധ്യം വല്ലാതെ വരുന്നില്ല. കുടുംബ ഗ്രൂപ്പുകളിലൊന്നും നമ്മളുടെ ആളുകൾ വളരെ സജീവമല്ല. ഒരു കുടുംബ ഗ്രൂപ്പിൽ ഇനി 1-2 ആളുകൾ സജീവമാണെങ്കിൽ തന്നെ അവരിപ്പോ അത് അങ്ങനെ ഇട്ടു പോയിക്കോട്ടെ, നമ്മളിപ്പോ അതിന് മറുപടി പറയാൻ നിൽക്കണ്ട. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. നമ്മളുള്ള ഓരോ സ്ഥലത്തും വർഗരാഷ്ട്രീയത്തെ, ഇടതുപക്ഷ രാഷ്ട്രീയത്തെ, അതിൻ്റെ ന്യായത്തെ പ്രതിധ്വനിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ലീഗുകാരും RSSകാരും ജമാഅത്തെ ഇസ്ലാമിക്കാരും പ്രചരിപ്പിക്കുന്നതിനെതിരായി ബന്ധപ്പെട്ട സമുദായങ്ങളിൽ, ജനവിഭാഗങ്ങളിൽ വളരെ ശക്തമായിട്ടുള്ള ഇടപെടലുകൾ നമ്മൾ നടത്തണം. ഇടതുപക്ഷ ഹിന്ദുത്വം എന്ന് പറയുന്ന വാക്ക് വ്യാപകമായി ഉപയോഗിച്ചതും പ്രചരിപ്പിച്ചതും ജമാഅത്തെ ഇസ്ലാമിയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ആ വാദത്തെ മുസ്ലിം ലീഗ് എൻഡോഴ്സ് ചെയ്തു. അവരതുകൊണ്ട് ലക്ഷ്യം വെച്ചത് ഇടതുപക്ഷ പാർട്ടികളിൽ നിന്ന് മുസ്ലിം ജനവിഭാഗത്തെ, ക്രൈസ്തവ ജനവിഭാഗത്തെ പൂർണ്ണമായും അകറ്റി നിർത്തുക എന്നുള്ളതാണ്. BJPയെ ആളുകൾ എതിർക്കുന്നത് അവരുടെ ഹിന്ദുത്വം എന്ന് പറയുന്ന മുദ്രാവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. സമാനമായ രൂപത്തിലേക്ക് മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും ഇടതുപക്ഷ വിരുദ്ധന്മാരും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാരും ആക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു ടേം, ഇടതുപക്ഷ ഹിന്ദുത്വം എന്ന് പറയുന്ന ടേം അവരുണ്ടാക്കിയെടുത്തത്. എനിക്ക് നിരവധി സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി കഴിയും. ഇപ്പോൾ അതിനുള്ളൊരു സമയമല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അതിന് മുതിരുന്നില്ല. ജമാഅത്തെ ഇസ്ലാമി ആശയം മുന്നോട്ട് വെക്കും. അതിൻ്റെ പ്രചാരകർ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാരാണ്. പണ്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ അവരുടെ ആശയം പറയാനും പ്രചരിപ്പിക്കാനും. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് മീഡിയ വണ്ണിലൂടെ, മാധ്യമത്തിലൂടെ ഒരു കാര്യം ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞാൽ അത് ഏറ്റെടുത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഓരോ വീട്ടിലും എത്തിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാരാണ്. നമ്മൾ മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയത്തെ എതിർക്കുന്നതിൽ ഒരു തരത്തിലുള്ള പിശുക്കും പിന്നോട്ടുപോക്കും കാണിക്കരുത്. ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുന്ന അതേ ശക്തിയിൽ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയത്തെയും എതിർക്കണം. നമ്മളൊക്കെ ഒരു പൊതുവായിട്ടുള്ള ഒരു വിശ്വാസമുണ്ട്, ലീഗ് തിരക്കിടില്ല, അങ്ങനെ വർഗീയല്ല, ഇങ്ങനെ വർഗീയല്ല. ഞാൻ പറഞ്ഞില്ല, ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന ഈ ഓരോ വാക്കും ആശയവും അതിൻ്റെ ആന്തരാർത്ഥത്തിലും ബാഹ്യാർത്ഥത്തിലും മുസ്ലിം മനസ്സുകളിലേക്ക് അടിച്ചു കയറ്റുന്ന ഉത്തരവാദിത്തം നിർവഹിക്കുന്നത് മുസ്ലിം ലീഗാണ്. അതുകൊണ്ട് ലീഗിൻ്റെ രാഷ്ട്രീയത്തെ ശക്തമായി എതിർക്കാതെ നമുക്ക് ഈ ന്യൂനപക്ഷ വർഗീയതയെ എതിർത്ത് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല. ആ കാര്യമാണ് നമ്മൾ വളരെ വ്യക്തമായിട്ടും മനസ്സിലാക്കേണ്ടത്. ഒരു തരത്തിലുള്ള ദാക്ഷിണ്യവും ഒരു തരത്തിലുള്ള ദയയും വിമർശിക്കുന്നതിൽ മുസ്ലിം ലീഗിനോട് നാം കാണിക്കേണ്ട കാര്യമേ ഇല്ല. കാരണം ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന 5000 പേരുടെ ഒരു സംഘടന മുന്നോട്ട് വെക്കുന്ന വാദഗതികൾ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ മസ്തിഷ്കങ്ങളിലേക്ക്, അവരുടെ ചിന്തയിലേക്ക് കൊണ്ടുപോയി കൊടുക്കുന്നത്, സന്നിവേശിപ്പിക്കുന്നത് മുസ്ലിം ലീഗാണ്. ലീഗിൻ്റെ
പ്രവർത്തകന്മാരാണ്, പ്രത്യേകിച്ച് യൂത്ത് ലീഗ്, MSF, അവരുടെ നേതാക്കന്മാരുടെ വാക്കുകളിൽ പോലും ഇപ്പൊ ഒരു ജമാഅത്ത് ചൊവ്വ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പണ്ട് മുസ്ലിം ലീഗിന്റെ ആളുകൾക്ക് അന്യമായിരുന്ന, അവർക്ക് കഴിയാത്ത വാക്കുകൾ, ആശയങ്ങൾ, ഇതൊക്കെ ജമാഅത്തെ ഇസ്ലാമിക്കാർ പറയും. ഇപ്പൊ യൂത്ത് ലീഗിന്റെയും MSFന്റെയും നേതാക്കന്മാർ തലേ ദിവസത്തെ മീഡിയ വണ്ണും അതുപോലെ തന്നെ മാധ്യമം പത്രവും നോക്കി എന്താണ് നാളെ ഞങ്ങൾ വർഗീയത പ്രചരിപ്പിക്കേണ്ടത് എന്ന കാര്യം പഠിച്ച് ആ കാര്യം അവർ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ലീഗിനെ വിമർശിക്കുന്നതിൽ ഒരു പിശുക്കും നമ്മൾ കാണിക്കാൻ വേണ്ടി പാടില്ല. നമ്മൾ ഇടക്കാലത്ത് വെച്ച് ജമാഅത്തെ ഇസ്ലാമിയെ കൂടുതൽ അങ്ങോട്ട് വിമർശിച്ച് ലീഗിനെ ഒന്ന് വിമർശിക്കുന്നില്ലേ നമ്മൾ എന്നുള്ള ഒരു തോന്നല് പൊതുവേ വന്നിട്ടുണ്ട്. അപ്പൊ അതൊരു കാരണവശാലും ഉണ്ടാവാൻ പാടില്ല. ഒരു കൂട്ടർ ആശയം കൊടുക്കുന്നവരാണ്, മറ്റൊരു കൂട്ടർ ആ ആശയം വളരെ ശക്തമായി പ്രചരിപ്പിക്കുന്നവരാണ്. അപകടകാരി അങ്ങനെ നോക്കിയാൽ ന്യൂനപക്ഷ വർഗീയതയുടെ വിഷവിത്ത് പേറുന്ന മുസ്ലിം ലീഗ് തന്നെയാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആ നിലയ്ക്ക് തന്നെ നമ്മൾ കണ്ടുപോകണം. ഈ മലബാറിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെ പോലെ തന്നെ ന്യൂനപക്ഷ പ്രശ്നങ്ങളിൽ, പ്രത്യേകിച്ച് മുസ്ലിം വിഷയങ്ങൾ, മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ അന്തർധാരകൾ അത്ര മനസ്സിലാക്കിയിട്ട് ഇല്ലാത്തവരാണ് തെക്കൻ മേഖലയിലുള്ള നമ്മളുടെ ചില നേതാക്കന്മാർ. അപ്പോൾ അവരുടെ ചില പ്രസ്താവനകൾ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അത് പക്ഷേ ആ ഘട്ടത്തിൽ തന്നെ പാർട്ടി ഇടപെട്ട് അത് പാർട്ടിയുടെ നയമല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കാറുമുണ്ട്. എന്നാലും ചില കൺഫ്യൂഷൻ കുറച്ച് സമയത്തേക്കെങ്കിലും നിലനിർത്താൻ അത്തരത്തിലുള്ള ചില അവധാനതയില്ലാത്ത സംസാരങ്ങൾ, വേണ്ട വിധത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാതെയുള്ള ചില പ്രധാനപ്പെട്ട ആളുകളുടെ അല്ല, അതിൻ്റെ വളരെ താഴ്ന്ന ലെവലിലുള്ള ആളുകളുടെ സംസാരങ്ങൾ ഇടവരുത്തുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അക്കാര്യത്തിൽ യഥാസമയങ്ങളിൽ തന്നെ ഇടപെട്ട് പറയാറുണ്ട്. ഇപ്പൊ ലീഗിനെ കുറിച്ചിട്ട് ഇപ്പൊ ആളുകൾ ഒരു നമ്മൾ തന്നെ പറയും, എന്ത് ഒരുപാട് ആളുകൾക്ക് വീടുണ്ടാക്കി കൊടുത്തു, അങ്ങനെ ബൈത്തുർ റഹ്മ, അങ്ങനെ. ഇവിടെ നമ്മളുടെ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് 1000 വീടുകളല്ലേ CPIM വെച്ചു കൊടുത്തത് കേരളത്തിൽ. 1000 വീടുകൾ ബൈത്തുർ റഹ്മ വെച്ചു കൊടുത്തിട്ടുണ്ട്. 1000 വീടുകൾ. ഈ 1000 വീടുകൾ നമ്മൾ വെച്ചു കൊടുത്ത കാര്യം നമ്മൾ പ്രചരിപ്പിച്ചോ? നമ്മൾ അതിന് ഒരു എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം, അതിന് ഒരു ഭവന പദ്ധതി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഭവന പദ്ധതി, നിർധനരായിട്ടുള്ള ആളുകളെ സഹായിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിൻ്റെ സർവീസ് സംഘടനകളും ചെയ്യുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുവാൻ അതിനൊരു പൊതു നെയിം കൊടുക്കണം. ആ നെയിമിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ അത് ചെയ്യുകയും ആ കാര്യം മാർക്കറ്റ് ചെയ്യുകയും വേണം. നമ്മൾ എന്താണ്, നമ്മൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും, ഒരു മനുഷ്യനോട് പറയാതെ ചെയ്യും. മാർക്കറ്റിംഗ് തീരെ ഇല്ല. ലീഗ് കാ പണി മുക്കാ ചൊറുക്കുവാണ് ലീഗ് എടുക്കുന്നത്. അവർ ചെയ്യുന്നതിൻ്റെ 100 ഇരട്ടിയാണ് അവരുടെ പ്രചരണം. 100 ഇരട്ടി. ഇപ്പൊ വയനാട്ടിൽ വീട് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 20 കോടി രൂപയാണ് DYFIയുടെ പ്രവർത്തകന്മാർ വീടാന്തരം കയറി ഇറങ്ങി പഴയ പാട്ടകള്, പഴയ പാഴ്വസ്തുക്കള്, പേപ്പറുകള്, ഇതൊക്കെ കളക്ട് ചെയ്ത് 20 കോടി രൂപ സംഘടിപ്പിച്ചത്. കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ചിന്തിക്കാൻ വേണ്ടി പറ്റുമോ? ഞാൻ DYFIയെ പോലും അതിൽ കുറ്റപ്പെടുത്തുന്നത് നിങ്ങൾ അതിനു പോലും വേണ്ടത്ര പ്രചാരം നൽകിയില്ല എന്നുള്ളതാണ്. ഈ 20 കോടി രൂപ ഇത്ര സംഘടിപ്പിക്കാൻ ആർക്ക് പറ്റും? ആ 20 കോടി രൂപ വയനാട്ടിൽ വീടുണ്ടാക്കുന്നതിന് നൽകിയ പാർട്ടിയോടാണ് നിങ്ങൾ എന്താ ചെയ്തത് എന്ന് ചോദിക്കുന്നത്.